ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ലൈംഗികാരോപണം. പേരോ ജെൻഡറോ വെളിപ്പെടുത്താത്ത വ്യക്തിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ ഒരു ആവശ്യത്തിനായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ട ശേഷം വിഷയം പരിഹരിക്കാമെന്നും പിന്നീട് വിളിച്ചറിയിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം ഫോൺ നമ്പർ വാങ്ങിയെന്നും അന്ന് രാത്രി മുതൽ വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് എന്നുമാണ് ഇറിയെന്ന് അവകാശപ്പെടുന്ന വ്യക്തി ആരോപിക്കുന്നത്. തുടർച്ചയായി രാത്രികാലങ്ങളിൽ അശ്ലീല പദപ്രയോഗങ്ങളും ചിത്രങ്ങളും അയക്കുകയും വീഡിയോ കോളിലൂടെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു എന്നും ആരോപണമുണ്ട്. ഷാൻ ഷാനു എന്ന പേര് നൽകിയിരിക്കുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നുമാണ് ഈ ആരോപണം ഉണ്ടായിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ അതിശക്തനായ ഒരു നേതാവിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ എന്റെ ജീവന് വലിയ ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എനിക്ക് ഭയമുള്ളത് എന്നും ഇറിയെന്ന് അവകാശപ്പെടുന്ന വ്യക്തി പറയുന്നുണ്ട്. പോലീസ് എന്റെ വിലാസം കണ്ടെത്തി എന്നെ സമീപിക്കുകയാണെങ്കിൽ എന്റെ ഫോണിലുള്ള മെസ്സേജുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള സകല തെളിവുകളും കൈമാറാൻ ഞാൻ സന്നദ്ധനാണ് എന്നും ആ വ്യക്തി പറയുകയാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതാണെന്ന രീതിയിലുള്ള അർദ്ധനഗ്ന ഫോട്ടോയും പരാതിയുള്ള വ്യക്തി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. പരാതിയുള്ള വ്യക്തി താൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല. ലൈംഗികാരോപണം ഉയർന്നിരിക്കുന്ന ഷാൻ ഷാനു എന്ന് പേര് നൽകിയിരിക്കുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തട്ടമിട്ട ഒരു സ്ത്രീയുടെ ചിത്രമാണ് പ്രൊഫൈൽ ഫോട്ടോയായി നൽകിയത്. മറ്റു വിവരങ്ങളൊന്നും പ്രൊഫൈലിൽ ലഭ്യമല്ല. എന്റെ ഒരു വ്യക്തിപരമായ ആവശ്യത്തിനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ടു. വിഷയം പരിഹരിക്കാമെന്നും പിന്നീട് വിളിച്ച് അറിയിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം എന്റെ ഫോൺ നമ്പർ വാങ്ങി. എന്നാൽ അന്ന് രാത്രി മുതൽ വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ചത്. തുടർച്ചയായി രാത്രികാലങ്ങളിൽ അശ്ലീല പദപ്രയോഗങ്ങളും ചിത്രങ്ങളും അയക്കുകയും വീഡിയോ കോളിലൂടെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. ആയിരക്കണക്കിന് പള്ളികളുടെ ഗാളി പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്നാണ് ഇത്തരമൊരു ദുരനുഭവം എനിക്കുണ്ടായത്. ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു സാമ്പിൾ ചിത്രം മാത്രമാണ്. ഏതെങ്കിലും മാധ്യമങ്ങൾ എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള നൂറുകണക്കിന് തെളിവുകൾ പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. എങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കേണ്ടത് എന്റെ കടമയായി ഞാൻ കരുതുന്നു. പോലീസ് എന്റെ വിലാസം കണ്ടെത്തി എന്നെ സമീപിക്കുകയാണെങ്കിൽ എന്റെ ഫോണിലുള്ള മെസ്സേജുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള സകല തെളിവുകളും കൈമാറാൻ ഞാൻ സന്നദ്ധനാണ്. ഈ പോരാട്ടത്തിൽ കേരള സമൂഹത്തിന്റെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ആ അജ്ഞാതന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന സംഭവം ഉള്ളതാണോ അതോ വെറും കെട്ടുകഥയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നുമില്ലെങ്കിലും വിവാദ പോസ്റ്റ് ഇട്ടയാൾ ആ പോസ്റ്റ് മുക്കി. ആ അക്കൗണ്ടും നിലവിലില്ല. ഇതോടെ അജ്ഞാത ഐഡിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഫേക്ക് ഐഡിയിലൂടെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അജ്ഞാതൻ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് പോലീസിൽ പരാതി നൽകിയതായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പാർട്ടി നിയമപരമായി നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ ആരും വഞ്ചിതരാകരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തങ്ങൾക്കെതിരായ അധിക്ഷേപ പോസ്റ്റ് അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമമാണെന്ന് തവനൂരിലെ LDF സ്ഥാനാർത്ഥി KT ജലീലും പറയുന്നുണ്ട്. തങ്ങളെ താറടിച്ചു കാണിക്കാനുള്ള കുൽസിത ശ്രമമാണ് നടക്കുന്നത്. ഏത് മാന്യനെയും മോശമാക്കാൻ AI ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ള വഴി സ്വീകരിക്കുന്നവർ ചെയ്യുന്ന മഹാപരാധം മാപ്പർഹിക്കാത്തതാണ്. പോലീസ് ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് KT ജലീൽ ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് കാര്യങ്ങളുടെ ഗൗരവം ധരിപ്പിക്കുമെന്നും രാഷ്ട്രീയമായി താൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടെന്നും ആ വിമർശനം മേലിലും തുടരുമെന്നും എന്നാൽ ഒരിക്കലും വ്യക്തിഹത്യ നടത്തില്ലെന്നും KT ജലീൽ പ്രതികരിക്കുകയാണ്. ഇക്കാര്യത്തിൽ തങ്ങൾക്കൊപ്പമെന്നും KT ജലീൽ കുറിച്ചു. വ്യാജ ഐഡിയിൽ നിന്ന് തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. നിലവിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ലീഗ് നൽകിയ പരാതിയിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്.
ഇന്നലെ വൈകിട്ടോടെയാണ് തങ്ങൾക്കെതിരെ വ്യാജ ലൈംഗികാരോപണം ഉയർന്നത്.